ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് മുതൽക്ക് തന്നെ, അതായത് പുരാതന കാലം മുതൽക്ക് തന്നെ ഹിന്ദു ആചാരങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് വെറ്റില. ശൈവ, ശക്തേയ, വൈഷ്ണവ ദേവതകളുടെ പൂജകൾക്കും ആരാധനകൾക്കുമെല്ലാം വെറ്റില എടുക്കാറുണ്ട്. ഏതൊരു ശുഭകാര്യത്തിനും വെറ്റിലയും അടയ്ക്കയും നാണയവും വെച്ച് ദക്ഷിണ നൽകുന്ന പതിവ് ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറ്റില, പഴുത്ത അടയ്ക്ക തോട് കളഞ്ഞ് കഷ്ണമാക്കിയത്, വെറ്റിലയിൽ തേക്കാനുള്ള ചുണ്ണാമ്പ്, പുകയില എന്നിവ അടങ്ങിയ താമ്പൂലം ദേവതകൾക്കും അതിഥികൾക്കും സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. വെറ്റില ജ്യോതിഷം അല്ലെങ്കിൽ വെറ്റില സ്വാമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെറ്റില സമർപ്പിക്കുന്നവരുടെ ഭാവി പ്രവചിക്കുന്ന ഒരു രീതി തന്നെ ജ്യോതിശാസ്ത്രത്തിലുണ്ട്. പുരാണങ്ങളിൽ വെറ്റില കൊണ്ടുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. പാലാഴി മഥന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനും സഹായത്തിനുമായിട്ട് ദേവഗണങ്ങൾ ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വെറ്റില കൊണ്ട് ആരാധിച്ചുവെന്നും പരാമർശിക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇങ്ങനെ പല ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾക്കും വെറ്റിലയ്ക്ക് പ്രാധാന്യം നൽകുന്നതെന്നാണ് പറയുന്നത്. വെറ്റില കൊണ്ടുള്ള ആരാധനകളും പരിഹാരങ്ങളും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് വെറ്റില ഉപയോഗിക്കാം, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ആഗ്രഹ സാഫല്യത്തെക്കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, അത് സാധിക്കാനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ഒരു നല്ല വെറ്റിലയും അടയ്ക്കയും നാണയവും ദക്ഷിണയായിട്ട് വെച്ച് ഹനുമാൻ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകും. അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജോലി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ എണ്ണാത്ത ഒരു കെട്ട് വെറ്റിലയോ അല്ലെങ്കിൽ വെറ്റില മാലയോ സമർപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചില കാര്യങ്ങൾക്ക് വെറ്റില കൊണ്ടുപോകുന്ന സമയത്ത് എണ്ണിത്തിട്ടപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വെറ്റില എണ്ണിക്കൊണ്ടു പോകാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ഹനുമാൻ സ്വാമിക്ക് മാത്രമല്ല നമുക്ക് വെറ്റില സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പരമശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രങ്ങളിലും വെറ്റില സമർപ്പിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നവർ, ദമ്പതിമാർ തമ്മിൽ ഐക്യമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഒക്കെയും നിങ്ങൾക്ക് പരമശിവൻ്റെ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ വെറ്റില സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങളുടെ ക്യാബിനിൻ്റെ പുറത്തൊക്കെ ആയിട്ട് പ്രവേശന കവാടത്തിലായിട്ട് വെറ്റില തൂക്കിയിടുന്നത് വളരെ നല്ലതാണ്. വീട്ടിലേക്കായാലും അതുപോലെ തന്നെ ഓഫീസിലേക്കായാലും നെഗറ്റീവ് എനർജി കയറുന്നത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ സാമീപ്യം ഇല്ലാതാക്കാൻ ഇത് വളരെ ഉപകരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിങ്ങനെ വീടിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസിൻ്റെയോ പ്രവേശന കവാടത്തിൽ വെറ്റില തൂക്കിയിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദിവസവും മാറ്റണം. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അടുത്ത ഒരു കാര്യം, നിങ്ങൾക്ക് കണ്ണേറ് അല്ലെങ്കിൽ നാവേറ് തുടങ്ങിയ ദോഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ണേറൊക്കെ ഏറ്റു കഴിഞ്ഞാൽ പരിഹാരമായിട്ട് വെറ്റിലയും ഒപ്പം 7 റോസാപ്പൂവിൻ്റെ ദളങ്ങളും ഒരുമിച്ച് ചവയ്ക്കുക. അങ്ങനെ ചവച്ച് കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കാണോ കണ്ണേറ് ഏറ്റിരിക്കുന്നത് ആ വ്യക്തി ഇങ്ങനെ വെറ്റിലയും റോസാദളങ്ങളും കൂടെ ചവച്ച് കഴിഞ്ഞാൽ ആ കണ്ണേറ് ദോഷം മാറിക്കിട്ടും, അല്ലെങ്കിൽ നാവേറ് ദോഷം മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്, ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തളർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കുറച്ച് വെറ്റില വാങ്ങിച്ച് ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഈ വെറ്റില ഇങ്ങനെ വാങ്ങിച്ച് ദാനം ചെയ്യുന്നത് ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് മേഖലയിലും വിജയമുറപ്പാക്കാൻ നിങ്ങളിങ്ങനെ വെറ്റില ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് സഹായിക്കും. അതുപോലെ തന്നെ പൂജാമുറിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വെറ്റില സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തുക.
ശേഷം ഈ വെറ്റില സൂക്ഷിച്ചു വെച്ച് ജോലിയിടങ്ങളിൽ പോയാൽ സംതൃപ്തിയോടെയും നേട്ടങ്ങളോടെയും തൊഴിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വെറ്റിലയിൽ ത്രിമൂർത്തി സങ്കല്പം കുടികൊള്ളുന്നതായിട്ടാണ് പറയുന്നത്. കൂടാതെ വെറ്റിലത്തുമ്പിൽ മഹാലക്ഷ്മിയും മധ്യത്തിൽ സരസ്വതിയും ഞെട്ടിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടതുഭാഗത്ത് പാർവതീദേവിയും വലതുഭാഗത്ത് ഭൂദേവതയും കുടികൊള്ളുന്നുണ്ട്. കൂടാതെ വെറ്റിലയുടെ അന്തർഭാഗത്ത് വിഷ്ണുവും പുറംഭാഗത്ത് ശിവനും തലയ്ക്കൽ ശുക്രനും കടയ്ക്കൽ ദേവേന്ദ്രനും പൂർവഭാഗത്ത് കാമദേവനും സൂര്യനും സ്ഥിതി ചെയ്യുന്നതായാണ് സങ്കല്പം. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്തൊരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ട് പരിപാലിക്കുന്നത് ഉത്തമമാണ്. ചില ആൾക്കാർ വെറ്റില വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറ്റില വച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശുചിത്വത്തോടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ കോണായ കന്നിമൂലയിൽ വെറ്റില വച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ് വെറ്റില. ഈ വെറ്റില നമ്മുടെ വീട്ടിൽ വച്ച് വളർത്തി പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലും ഐശ്വര്യം കളിയാടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ മാസത്തിലെയും പൗർണമി നാളിൽ, അതായത് വെളുത്തവാവ് ദിവസം, പ്രധാന വാതിലിന് മുന്നിൽ വെറ്റിലകൾ കൊണ്ട് മാലയാക്കിയിട്ട് തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാടിയതോ കീറിയതോ ആയിട്ടുള്ള വെറ്റിലകൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല എന്നതുകൂടി ഒന്ന് ഓർമ്മിക്കുക. ജീവിതത്തിലെ കടുത്ത പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് ആത്മീയവും ജ്യോതിഷവുമായിട്ടുള്ള പ്രതിവിധികളായിട്ട് വെറ്റിലകൾ ഇഷ്ടദേവതകൾക്ക് സമർപ്പിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുകൾക്ക് തീർച്ചയായിട്ടും ആശ്വാസം ലഭിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ശനിയുടെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആഞ്ജനേയ സ്വാമിക്ക്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ്. ഈ ശനിദോഷ പരിഹാരത്തിനും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആഞ്ജനേയ സ്വാമിക്ക് ഈ വെറ്റിലമാല സമർപ്പിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ തടസ്സങ്ങളും മാറാനും ആഞ്ജനേയ സ്വാമിക്ക് നിങ്ങൾക്ക് വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ്. വെറ്റിലമാല ചാർത്തുന്നത് എന്തുകൊണ്ട് ആഞ്ജനേയ സ്വാമിക്ക് ഇത്രയും പ്രിയപ്പെട്ടതായി എന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശ്രീരാമ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനാണ് ആഞ്ജനേയ സ്വാമി. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ കുടുംബവുമായി നല്ല അടുപ്പമാണ് ആഞ്ജനേയ ഭഗവാന്. ശ്രീരാമൻ്റെ ലങ്കായുദ്ധത്തിന് ശേഷം യുദ്ധവിജയ വിവരം ആദ്യമായിട്ട് സീതാദേവിയെ അറിയിച്ചത് ആഞ്ജനേയ സ്വാമിയാണ്. വാർത്തയറിഞ്ഞ് സന്തോഷവതിയായ സീതാദേവി തൊട്ടടുത്തുള്ള വെറ്റിലക്കൊടിയിൽ നിന്ന് ഇലകൾ പറിച്ച് അതുകൊണ്ട് ഒരു ഹാരമുണ്ടാക്കി ആഞ്ജനേയ സ്വാമിയെ അണിയിച്ചു. ആ സീതാദേവി അണിയിച്ച വെറ്റിലമാല ആഞ്ജനേയ സ്വാമിക്ക് ഏറെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ പിന്നീട് ആഞ്ജനേയ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായി മാറി വെറ്റിലമാല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെറ്റില കഴിക്കാൻ മാത്രമുള്ളതല്ല എന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ തടസ്സങ്ങൾ മാറ്റാനും അതുപോലെ തന്നെ ജീവിത വിജയത്തിനുമായിട്ട് വെറ്റില ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത് അറിഞ്ഞു വെച്ചോളൂ. കേരളത്തിലേക്കാൾ കൂടുതൽ പുറം നാടുകളിൽ, അതായത് കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ വെറ്റില ഇന്നും കൂടുതലായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ദിവസവും പൂജയ്ക്കായിട്ട് പോലും വെറ്റില ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നന്ദി.